ഈ കത്തോലിക്ക സിംഹാസനം നിലനിൽക്കുന്നതല്ലെന്നും മുടക്ക് കൽപ്പന റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിധി സമുദായത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നായി. അതുകൂടാതെ ഈ സമൂഹത്തിൻ്റെ അടിയിൽ വട്ടിപ്പണ കേസ് എന്ന് പറയുന്ന വിചിത്രമായ ഒരു കേസ് നടന്നിരുന്നു. അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇനിയും ചിലപ്പോൾ ഒരു മണിക്കൂർ എടുക്കും. പക്ഷേ വളരെ ചെറുതായിട്ട് പറഞ്ഞു, വട്ടിപ്പണ കേസിൻ്റെ പലിശ അല്ലെങ്കിൽ അതിൻ്റെ അധികാരി ആരാണോ ഈ അധികാരിയാണ് സഭയുടെ ലീഗൽ അധികാരി എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡ് അതിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേസിൽ വട്ടിപ്പണ കേസ് ഏത് കക്ഷിക്ക് വേണ്ടി വിധിക്കുമോ ആ കക്ഷി ആ സഭയിലെ എല്ലാ സ്വത്തുക്കളുടെയും അധികാരിയാണ്, എല്ലാ പള്ളികളുടെയും സ്വത്തുക്കളുടെയും ഒക്കെ അധികാരിയാവും. അപ്പോൾ ഈ കേസ് നടക്കുന്നത് ഇറ്റ് വാസ് സിംപ്ലി ഗോയിങ് ഓൺ അഗൈൻ. ഈ മാർ ഇവാനിയോസ് പിതാവും ഈ വട്ടിപ്പണ കേസിലെ 51ാം സാക്ഷിയായിരുന്നു. അദ്ദേഹവും കോടതിയിൽ പോയിട്ട് ഈ തൻ്റെ ഭാഗത്ത് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു സന്ദേഹം, ഒരു പേടി കയറാൻ വന്നിരുന്നു. നമ്മൾ തോറ്റുപോവുകയാണെങ്കിൽ തന്നെ ഈ സമൂഹത്തിൻ്റെ ഭാവി എന്തായിരിക്കും? ഒരു അൺകാനി ഫിയർ ബിഗിൻ ടു ഗ്രിപ്പ്. അപ്പം ചിലർക്കൊക്കെ വേറൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ചർച്ചിൻ്റെ താഴേക്ക് വരിക, അല്ലെങ്കിൽ ഒരു മെയിൻ ലൈൻ ചർച്ചിൻ്റെ താഴേക്ക് വരിക ഒരു ബദൽ സംവിധാനമായിട്ട് തോന്നിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പിതാവിൻ്റെ ബദനിയെയും ബദനി പള്ളികളെയും ഒക്കെ വട്ടശ്ശേരി പിതാവ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻ കേസ് സംതിങ് ഗോസ് റോങ് ദർ ക്യാൻ ബി എൻ ഓൾട്ടർനേറ്റീവ് പ്ലേസ് ടു സ്റ്റാൻഡ്, അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ചില ഫോറമുകൾ കിട്ടും എന്നൊക്കെ ഇതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. പിതാവ് അങ്ങനെയൊന്നും കരുതിയിരുന്നില്ല. പിതാവിൻ്റെ മനസ്സിൽ സന്യാസഭാവങ്ങൾ നിറഞ്ഞു വന്നപ്പോൾ ഈ വിധികൾക്കും കോടതി വിധികൾക്കും ഈ തല്ലുകൂട്ടുകളും മാറണമെങ്കിൽ നമ്മൾ കൂനം കുരിശിൻ്റെ പിന്നിലേക്ക് പോകണം. നമ്മളിൽ വന്ന ഒരു അനുസരണക്കേടിനെ നമ്മൾ മാറ്റണം. ഈ അനുസരണക്കേടിനെ മാറ്റാതെ നമ്മൾക്ക് ഇതിന് ശാശ്വതമായ പരിഹാരങ്ങളില്ല. പക്ഷെ പിതാവിൻ്റെ പഠനങ്ങളിലെ പിതാവ് കത്തോലിക്ക സഭയെ ഈ അനുസരണത്തിൻ്റെ വേദിയായിട്ട് മനസ്സിലാക്കും. സന്യാസത്തിലേക്ക് വളർന്നുകൊണ്ടിരുന്ന പിതാവിൻ്റെ മനസ്സിലോ സന്യാസത്തിലേക്ക് എത്രയോ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്നെ പിതാവിന് തോന്നുന്നത് ഞാനിനി എത്ര സന്യാസിയായാലും എന്താ കാര്യം, എൻ്റെ ഉള്ളിൽ ഒരു അനുസരണക്കേട് കെടുക്കുന്നില്ലേ? അപ്പോൾ ആൾ പറയും യാക്കോബായ സഭയിൽ ഞാനിനി എത്ര സന്യാസ തലങ്ങൾ അന്വേഷിച്ചാലും അതിനടിയിൽ ഒരു അനുസരണക്കേട് കെടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ അനുസരണത്തിനെ പൂർത്തിയാക്കണമെങ്കിൽ യഥാർത്ഥമായ അധികാരിയുടെ അടുത്തേക്ക് പോകണം, ആ അധികാരിയെ ഞാൻ അനുസരിക്കണം, അപ്പോഴല്ലേ എൻ്റെ അനുസരണം പൂർണ്ണമാകുന്നത്. ആ തലത്തിലേക്കുള്ള ചിന്ത അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി നിന്നിരുന്ന വ്യക്തികൾക്കുണ്ടായിരുന്നോ എന്നുള്ളത് വളരെ സംശയമുള്ള കാര്യമാണ്. കാരണം പിതാവ് ചിന്തിച്ച റേഞ്ചും അതിൻ്റെ ചുറ്റുമുള്ളവർ ചിന്തിച്ച ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റുകൾ തമ്മിൽ വളരെ ഗുണാത്മകമായ ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു. ഈ പുനരൈക്യം അപ്പോൾ പലർക്കും പലതായിരുന്നു. ഓക്കെ, വട്ടിപ്പണ കേസ് തോറ്റാൽ ഒരു ബദൽ സംവിധാനമായിരിക്കാം പുനരൈക്യം എന്ന് ചിലർക്കൊക്കെ തോന്നിയിരുന്നു. പിതാവിനാണെങ്കിൽ അത് സന്യാസത്തിൻ്റെ പൂർണ്ണത. ഈ ZM പറേറ്റ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരനുണ്ട്, ഈ മലങ്കര സഭയിലെ ചരിത്രകാരൻ. ഈ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലല്ല, അതിൻ്റെ ഒരു വന്നിരുന്ന ആ ഭാഗത്തെ ഓർത്തഡോക്സ് സഭയിലേക്കുള്ള ഈ മാർ ഇവാനിയോസ് പിതാവിൻ്റെ സമയത്തെ അല്ലെങ്കിൽ വട്ടശ്ശേരി വലിയ തിരുമേനിയുടെ ഒക്കെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സമകാലീന വ്യക്തിയായിരുന്നു ഈ ZM പറേറ്റ് എന്ന് പറയുന്ന വ്യക്തി. പിതാവായിട്ട് ഒത്തിരി ആശയ സംവാദങ്ങളൊക്കെ നടത്തിയിരുന്ന വ്യക്തി. അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഞാൻ മാർ ഇവാനിയോസിനോട് ചോദിച്ചു എന്തിനാണ് റോമിലേക്ക് ചേക്കേറുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, നോട്ട് ഫോർ സാൽവേഷൻ ബട്ട് ഫോർ പെർഫെക്ഷൻ. എന്നിട്ട് ആ ചരിത്രകാരൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അരെ സാൽവേഷൻ അല്ലെങ്കിൽ പിന്നെന്തിനാ അങ്ങോട്ട് പോകുന്നേ, രക്ഷയ്ക്കല്ലെങ്കിൽ പിന്നെന്തിനാ അങ്ങോട്ട് പോകുന്നേ. പക്ഷേ ഫോർ പെർഫെക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് കടക്കാൻ ആ ചരിത്രകാരന് കഴിഞ്ഞില്ല. കാരണം പിതാവ് അത് പറയുന്നത് സന്യാസത്തിൻ്റെ തലത്തിൽ നിന്നാണ്. ശരിയായ അധികാരി ആരാണെന്നും
രക്ഷാകരമായ തിരുത്തലിലൂടെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾക്ക് പോകാം എന്നാണ് പിതാവ് പഠിപ്പിക്കുന്നത്. പക്ഷെ ആ പഠനങ്ങളെ മനസ്സിലാക്കാനായിട്ട് അന്ന് അതിന് ചൂഴ്ന്നു നിന്നിരുന്ന വ്യവഹാര സംസ്കാരം സമ്മതിച്ചില്ല. ബട്ട് വാട്ട് പറയറ്റ് എഴുതുന്നത് പിതാവിൽ നിന്ന് കേട്ടത്, ഇറ്റ്സ് നോട്ട് ഫോർ സാൽവേഷൻ ബട്ട് ഫോർ പെർഫെക്ഷൻ. ആൻഡ് ദാറ്റ് വാസ് ദ പോയിന്റ്. ആ പെർഫെക്ഷൻ എങ്ങനെ വരും? ഒരു നല്ല മനുഷ്യന്റെ ജീവിതത്തിൽ രക്ഷാകരമായ തിരുത്തലിലൂടെ, ക്രമപ്പെടുത്തുന്ന അഡ്ജസ്റ്റ്മെന്റിൽ കൂടിയോ അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ ശരിപ്പെടുത്താമെന്ന് പറയുന്ന ബലപ്രയോഗത്തിലൂടെയല്ല, ആ രക്ഷയിൽ തന്നെ നിലനിന്നുകൊണ്ട് അതിന് തിരുത്തുന്നതിലാണ് അത് വരുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് പെർഫെക്ഷൻ. ആൻഡ് പിതാവ് അത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുകയും അത് തുറന്ന് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പലർക്കും സഭാപരമായ ഒരു തിരുത്തലായി മാറിയിരുന്നപ്പോൾ പിതാവ് അത് യഥാർത്ഥമായ അധികാരിയെ തിരിച്ചറിയുന്നതും സമാധാനപൂർണമായ കൂട്ടായ്മയിലേക്ക് ഒരു തലമുറയെ മൊത്തം കൊണ്ടുപോകുന്നതിൻ്റെയും ഒരു കാര്യമായിരുന്നു. അങ്ങനെ 1926 ഈ സഭ ഒരു സിനഡ് കൂടുകയും പുനരൈക്യ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് നമ്മളുടെ പ്രിയ പിതാവിനെ ബരമേൽപ്പിക്കുകയും ചെയ്തു. ഒരു MA അച്ഛനായിരുന്ന പിതാവ്, ഭാഷാ പ്രാവീണ്യമുണ്ടായിരുന്ന പിതാവ്, സ്വാഭാവികമായും അവർ പിതാവിനെ അത് ബരമേൽപ്പിച്ചു. പിതാവ് അങ്ങനെ റോമുമായിട്ടും ആദ്യം റഹമന്യ പാത്രിയാർക്കീസ് എന്ന് പറയുന്ന പെർഷ്യയിലെ പാത്രിയാർക്കീസിനോട് ചേരാനായിരുന്നു ആദ്യമൊക്കെ എഴുത്തുകുത്തുകൾ നടത്തിയിരുന്നു. പിന്നീട് വി ജോൺ വക്കീൽ എന്ന് പറയുന്ന പിന്നെ വേറെ അൽമായരൊക്കെ പറഞ്ഞു നമുക്ക് നേരിട്ട് റോമിലേക്ക് തന്നെ എഴുത്തുകുത്തുകൾ നടത്തിക്കൂടെ. പിന്നീട് റോമിലേക്ക് എഴുത്തുകുത്തുകൾ നടക്കാൻ തുടങ്ങി. അത് വളരെ ഭംഗിയായിട്ട് പുരോഗമിച്ചു കൊണ്ടിരുന്നു. സോ ഫാർ സോ ഗുഡ്. ദർ വാസ് പുനരൈക്യത്തിൻ്റെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്. നമ്മളെല്ലാവർക്കും പുനരൈക്യപ്പെടാം എന്ന് പറയുന്ന ചിന്ത അവരെയൊക്കെ ചൂഴ്ന്നു നിൽക്കാൻ തുടങ്ങി. അതിനിടയിൽ 1928 ഒരു വലിയ സംഭവം നടന്നു. ഈ വട്ടിപ്പണ കേസ് മെത്രാൻ കക്ഷി ജയിച്ചു. അപ്പോൾ പുനരൈക്യ 1926 സിനഡ് കൂടുമ്പോഴും അല്ലെങ്കിൽ പുനരൈക്യ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും കേസിൽ തോറ്റാലോ എന്ന് പറയുന്ന ഒരു അർദ്ധവിരാമം അവിടെ കിടന്നിരുന്നു. ഈ കേസ് ജയിച്ചതോടുകൂടി അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന പലരും, പുനരൈക്യത്തെ ബദൽ സംവിധാനമായി കണ്ടിരുന്ന പലർക്കും അത് നോ മോർ ആസ് എൻ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ. അപ്പോൾ അവർ പറയാൻ തുടങ്ങി, നമ്മളിപ്പോൾ കേസിൽ ജയിച്ചില്ലേ, ഈ പള്ളിയും സ്വത്തുക്കളുടെയും ഒക്കെ ലീഗൽ അധികാരികൾ നമ്മളായില്ലേ, ഇനിയിപ്പോൾ ഇത്രയും സമ്പാദ്യങ്ങളും പള്ളികളും ഒക്കെ കൊണ്ട് റോമക്കാരുടെ തൊഴുത്തിൽ എന്തിനെ കെട്ടിക്കൊടുക്കണേ, അരെ നമുക്ക് തന്നെ അത് അങ്ങോട്ട് ആഘോഷാക്കിക്കൂടെ. ദർ വാസ് അനദർ ഫ്രിക്ഷൻ ബിഗിൻ ടു എമർജ്. പക്ഷെ പിതാവിൻ്റെ ഉള്ളിൽ സ്വത്തുക്കളോ പള്ളികളോ അതൊന്നും അല്ലായിരുന്നു പുനരൈക്യത്തിനെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്ന ഘടകം. പിതാവിന് അത് ഈ കോടതി കച്ചേരികളുടെ വിധികളുടെ മുകളിലല്ലായിരുന്നു, ദൈവവുമായിട്ടുള്ള സംസർഗത്തിൻ്റെ ആയിരുന്നു. അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ലഭിച്ച രക്ഷയുടെ പൂർണ്ണതയിലേക്ക്, അതിൻ്റെ ആനന്ദത്തിലേക്ക് കടക്കുന്നതിലൂടെയും അതിനെതിരായി നിൽക്കുന്ന ശക്തികളെ മാറ്റാനും അതുവഴി ഒരു തലമുറയ്ക്ക് തന്നെ സമാധാനം കൊടുക്കാനുള്ള പ്രാർത്ഥനാത്മക ആഭിമുഖ്യമായിരുന്നു പിതാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ആരും കൂടെ നിന്നില്ലെങ്കിലും പിതാവ് പറഞ്ഞു, ഞാൻ മുന്നോട്ട് പോകും. അങ്ങനെ പുനരൈക്യത്തിൻ്റെ കത്തിടപാടുകൾ പിന്നീട് സ്വന്തം ചുമലിലേക്ക് എടുക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും കൂടെ വരും, എല്ലാവരുടെയും നന്മ അവസാനം ദൈവം കാക്ഷിക്കില്ലേ എന്ന ചിന്തയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ ഒരു സംഭവം നടന്നിരുന്നു. ബെഥനിയിൽ വീണ്ടും ഒരു മെത്രാനെ കൂടെ കിട്ടി. യാക്കോബ് മാർ തെയോഫിലിസ് എന്ന് പറയുന്ന പിതാവ്, പിന്നീട് തിരുവല്ലയുടെ ആദ്യത്തെ മെത്രാനായിട്ട് വരുന്ന ആ പിതാവ് ഷമ്മാസൻ കാലത്ത് തൊട്ടേ മാറിവാനിയസ് പിതാവിനെ സ്നേഹിക്കുകയും അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായി മാറിയിരുന്ന ഒരു പുണ്യപുരുഷനായിരുന്നു. അദ്ദേഹത്തിന് ഈ മാറിവാനിയസ് പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഈ ഇവാനിയസ് പിതാവിനോട് കൂടെ പുനരൈക്യപ്പെടാനായിട്ട് സന്നദ്ധനാകും.
2 റമ്പാനച്ചന്മാരുണ്ടായിരുന്നു അന്ന്. ബിഷപ്പ് കാൻഡിഡേറ്റ് പോലെ ഉണ്ടായിരുന്ന 2 റമ്പാനച്ചന്മാർ. പുലിക്കോട്ട് ജോസഫ് എന്ന് പറയുന്ന, ചേപ്പാട്ട് ഫിലിപ്പോസ് എന്ന് പറയുന്ന 2 വ്യക്തികൾ. അവർ ബിഷപ്പ് കാൻഡിഡേറ്റ് പോലെ. അവർക്കും പിതാവിൻ്റെ ഹൃദയത്തുടുപ്പുകളെ മനസ്സിലാക്കുകയും എന്തിന് പുനരൈക്യപ്പെടണം എന്ന് പറഞ്ഞ് കുഴൽക്കണ്ണാടി എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ ആ കാലഘട്ടത്തിൽ അവർ 2 പേരും കൂടി രചിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വട്ടിപ്പണ കേസ് ജയിച്ചതിന് ശേഷമുള്ള കാലങ്ങൾ, 28 മുതൽ 30 വർഷം വരെയുള്ള കാലങ്ങൾ ഒറ്റപ്പെടലിൻ്റെയും വേദനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പിതാവ് കടന്നു വരാൻ തുടങ്ങും. സ്വന്തം സമൂഹത്തിൽ നിന്ന് എതിർപ്പുകൾ വരാൻ തുടങ്ങും. അധികാരികൾ അദ്ദേഹത്തിന് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഇടാൻ തുടങ്ങും. അപ്പോൾ ആദ്യം ബദനിയെയും ബദനി പള്ളികളെയും ഒരു ഓൾട്ടർനേറ്റീവ് സിറ്റുവേഷനായിട്ട് കണ്ടുകൊണ്ടിരുന്നവർ പിന്നീട് പിതാവ് എങ്ങാനും കത്തോലിക്ക സഭയിൽ ചേർന്നാൽ പിതാവ് ഇതെല്ലാം കൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് പോകുമോ എന്നുള്ള ഒരു പേടി കയറി വന്നതിന് ശേഷം ഇനി പള്ളികളൊന്നും സ്ഥാപിക്കരുതെന്ന് പറയുന്ന ഒരു തരം മുടക്ക് കൽപ്പന പോലെയുള്ള കൽപ്പന പിതാവിനെതിരെ പുറപ്പെടുവിച്ചു. പിതാവിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങി. പക്ഷെ പ്രാർത്ഥനയിലും ആ ഒരു സന്യാസചര്യയിലും പിടിച്ചു നിന്ന പിതാവ് റോമുമായിട്ടുള്ള ആ കത്തിടപാടുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. റോമും വളരെ സകാരാത്മകമായി പ്രതികരിച്ചു. കേരളത്തിലുള്ള മറ്റ് കത്തോലിക്ക ബിഷപ്പുമാരും അതിനെ ഒത്തിരി സ്വാഗതം ചെയ്തു. പോപ്പിൻ്റെ ഇന്ത്യയിലുള്ള അപ്പോസ്തോലിക് ഡെലഗേറ്റ് എന്ന് പറയുന്ന വലിയ ആ വ്യക്തികളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ട് ഈ സഭയെ നോക്കുകയും അവരെ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും കൊടുത്തുകൊണ്ട് വന്നുകയും ചെയ്തു. അങ്ങനെ 1930 റോമിൽ നിന്ന് പുനരൈക്യപ്പെടുന്നതിനുള്ള ആ ഒരു പെർമിഷൻ കിട്ടി. കൊല്ലത്തുള്ള കൊല്ലം രൂപതയുടെ മെത്രാനായിരുന്ന ബെൻസിക്കർ പിതാവിൻ്റെ അടുത്ത് പോയി പ്രതിജ്ഞയെടുത്ത് പുനരൈക്യപ്പെടാനുള്ള ആ ഒരു അനുവാദവും അല്ലെങ്കിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും പിതാവിന് കിട്ടി. നോക്കും ഈ പുനരൈക്യം എന്ന് പറയുന്ന കാര്യം ഒരു യഥാർത്ഥമാകാൻ പോകുന്നു. കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറിഞ്ഞു. പിതാവിൻ്റെ വിചാരിക്കുന്ന ഈ പുനരൈക്യപ്പെടുന്നത് ഈ മൊത്തം മെത്രാൻ കക്ഷി എന്ന് പറയുന്ന ആ ഗ്രൂപ്പാണ് പുനരൈക്യപ്പെടുന്നതിന് ആഗ്രഹിച്ചിരിക്കുന്നത്. പെർമിഷൻ ചോദിച്ചിരിക്കുന്നതും എല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും അൽമായർക്കും കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാനാണ്. ഒറ്റ ഗ്രൂപ്പായിട്ട്, അല്ലാതെ ഒരു വ്യക്തി അവൻ്റെ പേര് എഴുതി മേടിക്കുക അങ്ങനെയല്ല. ആ ഒരു സഭ അതിൻ്റെ എല്ലാ വ്യക്തികളോടും കൂടെ അവരായിരിക്കുന്ന അവസ്ഥയിൽ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് അവരുടെ ആരാധനക്രമങ്ങളും അവരുടെ ഭരണപരമായ രീതികളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന ഒരു പ്രക്രിയയിലായിരുന്നു പിതാവിൻ്റെ എഴുത്തുകുത്തുകളും അല്ലെങ്കിൽ റോം അവർക്ക് അനുവദിച്ചു കൊടുത്തതും. സ്വതന്ത്രമായ ആരാധനക്രമങ്ങളോടുകൂടെ അവരായിരിക്കുന്ന രീതിയിൽ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ രക്ഷാകരമായി തിരുത്തിലേക്ക് കടന്നു വരുന്ന ഒരു പെർമിഷനായിരുന്നു അത്. ഒരുപക്ഷെ അതുവരെ എഴുതപ്പെട്ടിട്ടില്ലാത്ത, കൊടുത്തിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു ഊഷ്മളതയും വലിയൊരു സ്വാഗതവും ഒക്കെ റോമിൽ നിന്ന് ഈ പുനരൈക്യ പ്രസ്ഥാനത്തിനോട് കാണിച്ചിരുന്നു. പക്ഷെ ചുറ്റുമുണ്ടായിരുന്നവരുടെ ഞാൻ വിചാരിച്ചുകളിൽ അത് പിതാവിൻ്റെ സ്വാർത്ഥതയായിട്ടൊക്കെ, പിതാവിന് ഓരോ സ്ഥാനങ്ങൾ കിട്ടിയില്ല, അങ്ങനെ ഓരോ സ്ഥാനം കിട്ടാൻ വേണ്ടി പിതാവ് ചെയ്യുന്ന ചക്രതകളാണ്, അങ്കലാപ്പുകളാണെന്നൊക്കെ വ്യാഖ്യാനിക്കുകയുണ്ടായി. പിതാവിൻ്റെ മനസ്സിൽ പിന്നീട് വലിയ വേദനയായിട്ട് വന്നത് ഇതുവരെ വളർത്തിക്കൊണ്ടുവന്ന ആ സന്യാസ ആശ്രമത്തെ വിട്ടുപോരണം. കാരണം എല്ലാവരും കൂടി പുനരൈക്യപ്പെടുകയായിരുന്നെങ്കിൽ മുണ്ടമലയിലെ ആശ്രമം കത്തോലിക്ക സഭയിലെ ഒരു ആശ്രമ വിളക്കായിട്ട് അങ്ങനെ ജ്വലിച്ചു നിന്നേനെ. പക്ഷെ ആഗ്രഹങ്ങൾ ഒരു സന്യാസിക്ക് പറഞ്ഞിട്ടുള്ളതല്ലല്ലോ. പുനരൈക്യപ്പെടുമ്പോൾ വിട്ടുകൊടുക്കലിൻ്റെ, സറണ്ടർ ചെയ്യുന്നതിൻ്റെ ഒത്തിരി ആധ്യാത്മികതയില്ലേ. അന്ന് മുണ്ടമലയിൽ ഒത്തിരി വേദനയോടുകൂടെ പിതാവിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന 1-2 പേർക്ക് ഈ കാര്യങ്ങളോടൊന്നും താല്പര്യമില്ലായിരുന്നു. അതിൽ അലക്സിയോസ് എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ ആ അച്ഛനെ അവസാനം ഈ ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും ആ അച്ഛന് വിട്ടുകൊടുത്ത് പിതാവ് പറയും, ആർക്കൊക്കെ എന്നോട് കൂടെ പുനരൈക്യപ്പെടാൻ താല്പര്യമുണ്ടോ?
പുനരൈക്യപ്പെടുന്നത് ഒരു വ്യവസ്ഥകളില്ലാതെയാണ്. നമ്മളിൽ ഒന്നുമില്ലാതെയാണ് നമ്മൾ പുനരൈക്യപ്പെടുന്നത്. അതുകൊണ്ട് ആർക്കൊക്കെ ഈ പുനരൈക്യത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു ആർ ഫ്രീ. എന്നെ വിട്ടുപോകാനോ സഭയെ വിട്ടുപോകാനോ അല്ലെങ്കിൽ പുനരൈക്യത്തിലേക്ക് വരാനോ ഒക്കെ നിങ്ങൾ ഫ്രീ ആണെന്ന് പറയും. എന്നിട്ട് പിതാവിൻ്റെ കേട്ടിട്ടുള്ള ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്, പിതാവ് അന്ന് രാത്രി 12 മണി വരെ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഓരോരുത്തരായി വന്ന് പിതാവിനോട് പറയും, ഞാൻ അങ്ങയുടെ കൂടെയുണ്ട്, ഞാൻ അങ്ങയുടെ കൂടെയുണ്ടെന്ന് പറയും. അലക്ഷ്യോസ് അച്ഛൻ വന്നില്ല. അവിടെ ഒരു ചെമ്മാച്ചനുണ്ടായിരുന്നു. ആ ചെമ്മാച്ചന് അലക്ഷ്യോസ് അച്ഛൻ പറയും, എൻ്റെ കൂടെ നിന്നോടാ, അല്ലെങ്കിൽ അതിനൊന്നും അങ്ങോട്ട് മനസ്സിലാവാത്ത പോലെയാവും. അപ്പോൾ പിതാവ് ഇങ്ങനെ കാത്തിരിക്കും. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ഈ ബ്രദറായിരിക്കും ആദ്യം ഓടിച്ചെന്ന്, പിതാവേ ഞാനുണ്ട്, ഞാൻ ആദ്യം വരാം എന്നൊക്കെ പറയുന്നു. പക്ഷെ വന്നില്ല. വളരെ ഫീലിങ്ങിലൂടെ എഴുതിയിരിക്കുകയാണ്. 11:45 വരെ കാത്തിരിക്കും. പിന്നെ പൊട്ടിക്കരച്ചിലോടുകൂടെ ഈ ചെമ്മാശനും പിതാവിൻ്റെ കൂടെ മലയിറങ്ങാനായിട്ട് തീരുമാനിക്കും. പിറ്റേ ദിവസം പകല് ഇതൊരു വലിയൊരു മലയിറക്കമായിരുന്നു. എളിമയുടെ, ദൈവാശ്രയബോധത്തിൻ്റെ, സമചിത്തതയോടുള്ള ഉണർന്നിരിപ്പിൻ്റെ, അല്ലെങ്കിൽ നിഷ്ഠാപരമായ അച്ചടക്കത്തിൻ്റെ, പ്രയത്നത്തിൻ്റെ ഒക്കെ പാഠപുസ്തകങ്ങളായിട്ട് പിന്നീട് ആ ജീവചരിത്രത്തെയും അദ്ദേഹം ആ സിറ്റുവേഷനെ എങ്ങനെ സർമൗണ്ട് ചെയ്തു എന്നതിനെയൊക്കെ എല്ലാവരും പഠിക്കേണ്ടതാണ്. ഹൗ ഹി സർവൈവ്ഡ് ദോസ് ഡേയ്സ്. തിരിച്ചു വന്ന് ഇറങ്ങി വരുന്ന പിതാവ് ഒരു പ്രത്യേക സിറ്റുവേഷനിലെത്തി. കാരണം 1930 ആഗസ്റ്റ് 20 ഈ മല ഇറങ്ങണേ. അപ്പം മല ഇറങ്ങുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് ചിന്തിക്കണം. അങ്ങോട്ട് ചുമ്മാ ഇറങ്ങി. എന്നാൽ കത്തോലിക്ക സഭയിൽ എത്തിയോ? അതുമില്ല. മല ഇറങ്ങി വന്നിട്ടുള്ളൂ. തനിക്കുള്ളതെല്ലാം വിട്ട് കളഞ്ഞു. എന്നാൽ തനിക്കെന്ന് പറയാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു ശൂന്യതയിലേക്ക് കയറും. അത് റിയലി സ്പ്ലിറ്റിംഗ് ആയിരുന്നു, ആത്മാവിനെയും ശരീരത്തിനെയും ചിന്തകളെയും. കാരണം ആ ദിവസങ്ങളിൽ ഇറങ്ങി വരുന്ന പിതാവിനെ ആളുകൾ നോക്കുന്നത്, ഇത് എന്തൊരു പൊട്ടനാണത്, അരെ ഇത് അവിടെ എത്തിയിട്ടുമില്ല, എന്നാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണ്ട ഇറങ്ങി വരാനായിട്ട്. ദാറ്റ് ഈസ് ത്രോയിങ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ദൈവാശ്രയ ബോധം എന്നൊക്കെ വെറുതെ പറയണതല്ല, അങ്ങോട്ട് ചുമ്മാ ഇറങ്ങി ചെല്ലാണ്. ദാറ്റ് ഈസ് സന്യാസം. ഒരു വ്യവസ്ഥകളില്ലാതെ ദൈവത്തിൽ ഒരു സ്വയം സമർപ്പണം ചെയ്യുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് അതൊക്കെ. അദ്ദേഹം എന്നിട്ട് വെണ്ണിക്കുളത്ത് കുറച്ച് ദിവസം താമസിക്കും. പിന്നെ തിരുവല്ലയിലുള്ളൊരു തിരുമൂലപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി അവിടുത്തെ ഒരു ചെറിയ വീട്ടിൽ ഒരു മാസക്കാലത്തോളം പ്രാർത്ഥനയും കരച്ചിലായിട്ട് നിൽക്കും. ഇന്ന് ഇപ്പോൾ നിങ്ങൾ പിതാവിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ തിരുവല്ലയിൽ ആ ഹൗസിന് പേരിട്ടിരിക്കുന്നത് ഹൗസ് ഓഫ് ടീയേഴ്സ്, കണ്ണുനീരിൻ്റെ വീടെന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. മെത്രാനായിരുന്നു. ഒരു സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകനായിരുന്നു. 400 ഏക്കർ സ്ഥലത്തിൻ്റെ ആ ഒരു ഉടമ പോലെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത സിറ്റുവേഷനിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ഇപ്പോൾ തിരുമൂലപുരത്തെ ഒരു കുഞ്ഞ ഹൗസിലിരുന്ന് കരയണേ. നാളെ കത്തോലിക്ക സഭയിൽ ചേർന്നാൽ എന്ത് കിട്ടുമെന്നോ, അല്ലെങ്കിൽ എവിടെയായിരിക്കും പള്ളിയെന്നോ ഒന്നും അങ്ങനെയുള്ള ഒരു വിഷയങ്ങളും സംസാരിച്ചിട്ടില്ല. അപ്പോഴും ബദനി മെത്രാൻ തന്നെയുള്ള പേരിലാണ് ഇരിക്കണേ. പക്ഷേ ഈ ബദനി മെത്രാൻ്റെ കയ്യിൽ ബദനിയുടെ ഒന്നുമില്ലാതെ ആ 400 ഏക്കർ സ്ഥലം ഓർത്തഡോക്സ് സഭയിൽ തന്നെയുള്ള വ്യക്തികളാൽ രൂപീകൃതമായ ബദനി ട്രസ്റ്റിന് പൂർണ്ണമായും ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ഈ മുണ്ടന്മലയിൽ നിന്ന് ഇറങ്ങി വന്നത്. ഒരു മാസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ഈ ഇതിഹാസത്തിലെ ആ വലിയ ആ ഒരു സംഭവം നടക്കുന്നത് 1930 സെപ്റ്റംബർ മാസം 20 ഈ വലിയ പിതാവും മറിവാനിയസ് പിതാവും കൂട്ടത്തിലുണ്ടായിരുന്ന കൊച്ചു പിതാവും ഒരു വൈദികനും ഒരു ശമ്മാശനും പിന്നെ ഒരു ആത്മായനും കൂടിയ ഒരു 5 അംഗ സംഘം അവർ കൊല്ലത്തെത്തുകയും ബെൻസിക്കർ പിതാവിൻ്റെ മുമ്പിൽ സത്യപ്രതിജ്ഞയെടുത്ത് കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെടുകയും ചെയ്തു. പിന്നീട് കത്തോലിക്ക സഭയിൽ അദ്ദേഹം മലങ്കര റീത്തിൽ കുർബാന അർപ്പിച്ചു. പിറ്റേ ദിവസം തന്നെ മാവേലിക്കര എത്തി തൻ്റെ കുടുംബാംഗങ്ങളെ കത്തോലിക്ക സഭയിലേക്ക് അദ്ദേഹം സ്വീകരിച്ചു. വെരി ഇൻട്രസ്റ്റിംഗ് തിങ്ങുകൾ ഹാപ്പൻഡ്. ഓക്കെ, ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, പുനരൈക്യപ്പെട്ടത് ആ വെറും 5 പേര് മാത്രമായിരുന്നു.
അത് പ്രതീകാത്മകമായി പറയുന്നുണ്ട് എന്നെങ്കിലും നമ്മൾ 5 പേരിലേക്ക് മാത്രം അതിനെ ചുരുക്കിയാൽ പിതാവിൻ്റെ ഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഒരുപക്ഷെ നമുക്ക് വിചാരിക്കാൻ കഴിയും. കാരണം കണ്ണിൻ്റെ കോണിൽ നനവോടെ സമുദായത്തെക്കുറിച്ചുള്ള തേങ്ങുന്ന ഹൃദയത്തെ എന്നും സമർപ്പിച്ചിരുന്നു എന്നാണ് പിതാവ് തൻ്റെ ആത്മകഥയിൽ പറയുന്നത്. സമുദായ അഭിവൃദ്ധിയെക്കുറിച്ചും സമുദായം ഒരു വലിയ പേഴ്സണായിട്ട് ഈ വ്യക്തിയുടെ ഉള്ളിൽ എന്നും നിറഞ്ഞു നിന്നിരുന്നു. പുനരൈക്യപ്പെടുന്നതിന് വേണ്ടി എഴുതുമ്പോഴും സ്വയം പുനരൈക്യപ്പെടുന്നതിനെ കുറിച്ചോ എന്നെ പുനരൈക്യപ്പെടുത്തി എനിക്ക് കത്തോലിക്ക സഭയിൽ ഒരു സ്ഥാനം തരുമോ എന്നൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല. ഒരു സമുദായത്തെ സ്വീകരിക്കുമോ, ഒരു സമുദായത്തിൻ്റെ എല്ലാ ഭാവങ്ങളോടും കൂടി, അതിൻ്റെ എല്ലാ ആരാധനക്രമങ്ങളോടും കൂടി, അതിൻ്റെ എല്ലാ ഭരണ രീതികളോടും കൂടി ഞങ്ങളെ സ്വീകരിക്കുമോ, എന്നെ സ്വീകരിക്കുമോ എന്ന് പിതാവിൻ്റെ മനസ്സിൽ ഒരിക്കലും ചിന്തയുണ്ടായിരുന്നില്ല. എനിക്ക് രക്ഷപ്പെടണം എന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നുമില്ല. എല്ലാ എഴുത്തുകുത്തുകളിലും അദ്ദേഹം എഴുതിയിരുന്നത് 4 ലക്ഷത്തോളം വരുന്ന ഈ ഗ്രൂപ്പ് പുനരൈക്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും വരും. പക്ഷെ അവസാനം ആരുമില്ല എന്ന് തോന്നിയ ഒരു മുഹൂർത്തത്തിൽ പിതാവ് ഈ ജനതയെ മുഴുവനും തൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരുന്നു. അപ്പത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ലോകത്തിൻ്റെ അപ്പത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന ജനത യേശുവിനോട് പറഞ്ഞു, ഈ പ്രബോധനം വളരെ കഠിനമുള്ളതാണ്, ആർക്ക് കേൾക്കണം ഈ പ്രബോധനം എന്ന് പറഞ്ഞ് യേശുവിനെ വിട്ടിട്ട് പോയി. പുനരൈക്യം ചിലർക്കൊക്കെ അങ്ങനെ കഠിനമായ ഒരു പ്രബോധനമായി മാറി. ഞങ്ങൾക്കും ഇമ്മീഡിയറ്റ്ലി ഒന്നും കിട്ടുവാനില്ലാത്ത ഈ അപ്പത്തിനെ കുറിച്ച് ഞങ്ങളോട് എന്തിനു പറയുന്നു എന്ന് പറഞ്ഞ് വിട്ടുപോകുമ്പോൾ യേശു ഹൃദയത്തിൽ തട്ടി സ്ലീഹന്മാരോട് ഒരു ചോദ്യമുണ്ട്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ പത്രോസ് സ്ലീഹ പറയും, എൻ്റെ കർത്താവേ, അങ്ങയെ വിട്ട് ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്? അങ്ങനെ പറയുന്നതിലല്ലേ പുനരൈക്യം. അങ്ങനെ മനസ്സിലായ ഒരു വ്യക്തിയാണിത്. അപ്പൊ ആ വ്യക്തി യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ, അനുസരണത്തിൽ ശിഷ്യനാകുമ്പോൾ, ഈ പുത്തങ്കൂർ സമുദായത്തിൻ്റെ മെത്രാൻ കക്ഷി എന്ന് പറയുന്ന ആ സമൂഹത്തെ മൊത്തം തൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, ശുദ്ധീകരിച്ചിരുന്നു. പുനരൈക്യത്തിന് വേണ്ടി ആ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായ ബെൻസിക്കർ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ, എൻ്റെ മക്കളെ, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, ആ മെത്രാൻ കക്ഷിയിലെ ഓരോ വ്യക്തികളും ആ പിതാവിൻ്റെ കണ്ണുനീരിലും ആ ഹൃദയത്തിൻ്റെ തുടിപ്പിലും നിറഞ്ഞു നിന്നിരുന്നു. കാരണം പരിശുദ്ധ സിംഹാസനം കൊടുത്ത അനുമതി അനുസരിച്ച്, കൽപ്പന അനുസരിച്ച് ആ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും, ആ സമൂഹത്തിലെ അധികാരികൾക്കും, അല്ലെങ്കിൽ അവർ മൊത്തമായിട്ട് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാമെന്ന ഊഷ്മളമായ ഒരു സ്വാഗതമാണ് അതിലുണ്ടായിരുന്നത്. പുനരൈക്യത്തിന് മുട്ടുകൂത്തുമ്പോൾ ഈ കൽപ്പനയുടെ അന്തരാളങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ കൽപ്പനയാണ് പിതാവ് തൻ്റെ ഉള്ളിലേക്ക് വെച്ച് മുട്ടുകൂത്തിയത്. പിതാവ് മാത്രമല്ല മുട്ടുകൂത്തിയത്, ഏത് കൽപ്പനയ്ക്ക് വേണ്ടിയാണോ സ്വന്തം ജീവിതത്തിൽ എല്ലാത്തിനെയും വിട്ടുകൊടുക്കാൻ ആഗ്രഹിച്ച് ആ വിട്ടുകൊടുക്കുന്നതിൽ എല്ലാത്തിനെയും നേടുന്ന വചനാധിഷ്ഠിതമായ ഒരു ആധ്യാത്മികത ഉണ്ടായിരുന്നു. മക്കളെല്ലാവരും ആ പിതാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവരെല്ലാവരും പിന്നീട് അതിനെക്കുറിച്ച് ബോധവാന്മാരായോ അല്ലെങ്കിൽ ആ പുനരൈക്യത്തിലേക്ക് വ്യക്തിപരമായി കടന്നു വന്നോ, അത് വേറെ വിഷയം. ഇപ്പോൾ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ, ഒരു പ്രകൃതിക്ഷോഭം നടക്കുകയാണെങ്കിൽ അതിൻ്റെ നാശനഷ്ടങ്ങൾ കണക്കാക്കിയിട്ട് ഗവൺമെൻറ് പറയും, ഓരോരുത്തർക്കും ഇത്ര രൂപ വെച്ച് ഞങ്ങൾ സാങ്ഷൻ ചെയ്തിരിക്കുന്നു. ആ പൈസ ഓൾറെഡി വന്നു ആ വ്യക്തിയുടെ ലൈഫിലേക്ക്. പിന്നീട് ആ വ്യക്തി തൻ്റെ രേഖ ആ ഒരു പർട്ടിക്കുലർ അധികാരിയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ആ പൈസ ഏത് രാശിയാണോ പറഞ്ഞത്, ദാറ്റ് വിൽ കം ഇൻ ടു ഹിസ് അക്കൗണ്ട്. അതുപോലെയല്ലേ പുനരൈക്യം. അതുപോലെയായിരുന്നു രക്ഷാകരമായ തിരുത്തല്. രക്ഷ, കുരിശിൽ നടന്ന രക്ഷ, യേശുവിൻ്റെ രക്ഷ ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഓൾറെഡി ഗിവൺ. ഇറ്റ്സ് ഗിവൺ. ഒരാൾ പോലും അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല.
പക്ഷെ ആ രക്ഷ വ്യക്തിപരമായ രീതിയിൽ എന്നിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ വ്യക്തിപരമായി യേശുവിനെ സ്വീകരിക്കുകയും ആ രക്ഷ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയായിരുന്നു രക്ഷാകരമായ തിരുത്തലും. പിതാവിലൂടെ സംലബ്ധമായ രക്ഷാകരമായ തിരുത്തൽ മെത്രാൻ കക്ഷി എന്ന് പറഞ്ഞ് അന്ന് സിനഡിലെ ജനങ്ങളെല്ലാവരും കൂടി പിതാവിനെ ഭരമേൽപ്പിക്കുമ്പോൾ സമുദായത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ഈ ഹൃദയം നിറഞ്ഞു നിന്നിരുന്നപ്പോൾ രക്ഷാകരമായ തിരുത്തൽ ആ മക്കൾക്ക് എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെദർ യു വിൽ ക്ലെയിം ഇറ്റ് ഓർ നോട്ട്, ദാറ്റ്സ് അപ് ടു യു. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത്, ഒരു ജീവിതം മുഴുവനും ഈ പുനരൈക്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിലൊരു പക്ഷേ എനിക്ക് പൂർണ്ണത കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. മരിച്ചാലും എൻ്റെ ആത്മാവും എൻ്റെ ചിന്തകളും ഈ പുനരൈക്യത്തിന് വേണ്ടി തെങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നു. പിതാവിനെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമ്മളെല്ലാവരും വൈകിപ്പോയി. അതല്ലെങ്കിൽ ആ സമുദായത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കളക്റ്റീവ് ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ നമ്മുടെ ഹൃദയങ്ങൾ വളരെ ചെറുതായിപ്പോയോ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. പുനരൈക്യത്തിന് ശേഷമുള്ള ഹിസ്റ്ററി ഈസ് എൻ അനദർ എപ്പിസോഡ് ഓൾ ടുഗെദർ. സോ പിന്നീട് ഒത്തിരി ആളുകൾ, അച്ഛന്മാര്, ബിഷപ്പുമാര്, അതിൽ 1937 വരെ അതിൻ്റെ ടെമ്പോ ഒത്തിരി വളർന്നു നിന്നിരിക്കും. 1937 നിരണം ഭദ്രാസനത്തിൻ്റെ മെത്രാനായിരുന്ന സേവിയറുസ് തിരുമേനി പുനരൈക്യപ്പെടും, കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെടും. 7 വർഷങ്ങൾക്ക് ശേഷം ഒറ്റ ദിവസം കൊണ്ട് തീർന്നിരുന്നില്ല ആ പുനരൈക്യത്തിൻ്റെ ഓളങ്ങൾ. 7 വർഷങ്ങൾക്ക് ശേഷം സഭയുടെ ഒരു അധികാരി അത് തിരിച്ചറിയുകയും ആദ്യം ഒപ്പോസ് ചെയ്തിരുന്നായിരുന്നു, പിന്നീട് തിരിച്ചറിയും, പിതാവിൻ്റെ അടുത്തേക്ക് വന്ന് കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും പിന്നീട് തിരുവല്ല ഭദ്രാസനത്തിൻ്റെ ബിഷപ്പായിട്ട് ഒത്തിരി വർഷക്കാലം കത്തോലിക്ക സഭയിലെ സർവാംഗീന ഉന്നതിക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. പുനരൈക്യം അതിൻ്റെ 100ാം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണത്. സമുദായത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ വീണ്ടും മതിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് വരണം. പുനരൈക്യം ഒരു വ്യക്തിപരമായ വിഷയമല്ല. അത് 2 പാർട്ടികൾ വേണം അത് ചേരാനായിട്ട്, 2 കുടുംബങ്ങൾ വേണം. അതൊരു കളക്റ്റീവ് കാര്യമാണ്. രക്ഷാകര തിരുത്തൽ എന്ന് പറഞ്ഞ് പിതാവിലൂടെ പൊന്തി വന്ന ആ ഒരു വെളിപ്പെടുത്തലുകൾ നമ്മെല്ലാവരും സ്വീകരിക്കുന്നതിനായിട്ടുള്ള തുറവി കാണിക്കണം എന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു വയ്ക്കട്ടെ, പിതാവ് വിചാരിച്ചതുപോലെ പുനരൈക്യത്തിലേക്ക് അത്ര വലിയ ഒഴുക്കൊന്നും നടന്നില്ല. വട്ടശ്ശേരി വലിയ തിരുമേനി പോലെയുള്ള വലിയ ആളുകളും പിന്നീട് അതിൽ ഉൾച്ചേർന്നിരുന്ന ഒത്തിരി വലിയ ആത്മായരൊക്കെ പുനരൈക്യത്തിൻ്റെ ഒഴുക്കിനെ പിടിച്ചു നിർത്തുന്നതിൽ ഒരു പരിധി വരെ അവർ അതിൽ ജയിച്ചു എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. വട്ടശ്ശേരി വലിയ തിരുമേനിയെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹം എങ്ങനെയാണ് പുനരൈക്യത്തിന് തടയിട്ടതെന്നും ആ സഭയെ എങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നൊക്കെയുള്ള വലിയ കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ആദരവോടുകൂടെ വായിക്കുന്നു. അന്നത്തെ കാലഘട്ടത്തിലേക്ക് ഒത്തിരി ആദരവോടുകൂടെ നോക്കുകയും ചെയ്യുന്നു. പുത്തൻകൂർ സമുദായത്തിലെ മെത്രാൻ കക്ഷിയിലെ എല്ലാവരും പുനരൈക്യപ്പെട്ടില്ല. വളരെ ചെറിയ ഒരു ഗ്രൂപ്പ് മാത്രമേ പുനരൈക്യത്തിൻ്റെ രക്ഷാകരമായ തിരുത്തിലേക്ക് വന്നുള്ളൂ. ആ രക്ഷാകരമായ തിരുത്തിലേക്ക് വന്ന ആ ചെറിയ ഗ്രൂപ്പാണ് ഇപ്പോൾ 90 വർഷങ്ങൾക്ക് ശേഷം നമുക്കൊക്കെ പരിചയമുള്ള, നമ്മുടെയൊക്കെ പ്രിയ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയായിട്ട് വളർന്നിരിക്കുന്നത്. ക്ലിമിഷ് ബാവ എന്ന് പറയുന്ന ആ വലിയ പിതാവ് ഈ മലങ്കര സഭയുടെ പുനരൈക്യത്തിൻ്റെ ഒരു വലിയ മനുഷ്യനാണ്. നമുക്കൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഒത്തിരി പരിചയമുള്ള ഗ്രിഗോറിയസ് പിതാവ്, പിന്നീട് വലിയ പണ്ഡിതനെ പോലെ ഇരുന്ന ആ സിറിൾ പിതാവ്,
ഇവരൊക്കെ ഈ മലങ്കര സഭയുടെ പാരമ്പര്യത്തിലെ കത്തോലിക്ക സുറിയാനി പാരമ്പര്യത്തിൽ വളർന്നു വന്ന പുനരൈക്യത്തിൻ്റെ നിറകുടങ്ങളായിരുന്നു. അത് ആ സമൂഹത്തിന് മാത്രമല്ല ആ പുനരൈക്യത്തിൻ്റെ സ്നേഹം സ്പർശിച്ചത്, ആഗോള സഭയ്ക്ക് തന്നെ ഉണർവിനെ കൊടുത്ത, ആഗോള സഭയിൽ തന്നെ ഒരു പുതിയ കൂട്ടായ്മയുടെ ഒരു സ്റ്റേജിനെ ക്രിയേറ്റ് ഒക്കെ ചെയ്ത തുറന്ന വലിയ ഒരു സംഭവമായിട്ട് അതിനെ നമുക്ക് കാണാം. എത്ര വലുപ്പത്തിലായിരുന്നു എന്നതിലല്ല, എത്ര ശക്തമായ പുളിമാവായിരുന്നു എന്നതിലാണ് പുനരൈക്യത്തിൻ്റെ വലുപ്പത്തെ ഞാൻ കാണുന്നത്. കുഴച്ചു വെച്ച മാവിൽ അല്പം പുളിമാവ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ പുളിക്കും. മലങ്കര ആ പുനരൈക്യത്തിൻ്റെ രക്ഷാകര തിരുത്തലിൻ്റെ ഒരു പുളിമാവാണ്. അത് ഇനി എവിടെ ചേർത്ത് വെച്ചാലും ആ രക്ഷാകര തിരുത്തിലേക്ക് ആ സമൂഹം പുളിച്ചു പൊന്തും, പിരിയില്ല, പുളിച്ചു പൊന്തും. ഇന്നും പുനരൈക്യത്തിൻ്റെ ഊഷ്മളമായ ആഹ്വാനം നിലനിൽക്കുന്നുണ്ട് എന്ന് എത്ര പേർക്കറിയാം? അതൊരു കുളിരായി തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവ് പിന്നീട് കടന്നുപോയ വഴികൾ, ദാരിദ്ര്യത്തിൻ്റെ ഒന്നുമില്ലായ്മയുടെ വഴികളൊക്കെ പാഠപുസ്തകങ്ങൾ പോലെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവാനിയൻ ധ്യാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒക്കെ നമ്മൾ ആ ആധ്യാത്മികതയിലേക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ചില തുടുപ്പുകളിലേക്കുമൊക്കെ നമുക്ക് ഒരു ഒളിഞ്ഞു നോക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് കൂടെ ഒളിഞ്ഞു നോക്കാനായിട്ട് ശ്രമിക്കാം എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. 1953 ഈ വലിയ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് അന്തർധാനം ചെയ്യുന്നത്. 1953 അദ്ദേഹം മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് എഴുതിയ സന്ദേശത്തിൽ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്ന ഒരു വലിയ പിതാവായിരുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുനരൈക്യപ്പെടുന്ന രീതിയിൽ ക്രമപ്പെടുത്തലിൻ്റെയും ശരിപ്പെടുത്തലിൻ്റെയൊക്കെ ഭാവങ്ങളിൽ ഞാൻ വിചാരിച്ചു എന്നതിലൊക്കെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി പുനരൈക്യത്തിൽ നിന്ന് അവരൊക്കെ മാറി നിൽക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലാവരോടും എന്ന് ആ അന്ത്യ ശാസനം പോലെയുള്ള സന്ദേശം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പാസ്റ്റർ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറയും: കത്തോലിക്കരായിരുന്നതിൽ അല്ലെങ്കിൽ ആകുന്നതിൽ അഭിമാനം കൊള്ളുവിൻ. നിങ്ങളുടെ വിശുദ്ധിയും കൂട്ടായ്മയും ലോകത്തിന് മുഴുവൻ ഒരു അടയാളമായിരിക്കട്ടെ എന്ന് ആ പിതാവ് പറഞ്ഞിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത്. വലിയ മനുഷ്യൻ്റെ പാദത്തിൽ ഞാൻ എൻ്റെ ആദരവുകളെ സമർപ്പിക്കുന്നു. ആ മനുഷ്യനെ അറിയാൻ കഴിഞ്ഞതിലും ആ മനുഷ്യൻ്റെ ആ പച്ചയായ അനുഭൂതികളിലൂടെ നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തെ അന്വേഷിച്ച ഈ വലിയ മനുഷ്യനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിലും എൻ്റെ തന്നെ പൗരോഹിത്യത്തെയും മിഷൻ ജീവിതത്തെയും ഒക്കെ അദ്ദേഹം ആഴത്തിൽ സ്പർശിച്ചതിനൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നു. വരും ദിവസങ്ങളിൽ ഇവാനിയൻ വഴിയുടെ അന്തർധാരകളിലേക്കും അതിൻ്റെ ആധ്യാത്മികതയിലേക്കൊക്കെ നമുക്ക് ആത്മാർത്ഥതയോടെ ശുഷ്കാന്തിയോടെ കടന്നു പോകാം. കൂടെ വരണം എന്ന് പറയുന്നു. താങ്ക് യു.